ബൈബിളിലെ ഏറ്റവും ചെറിയ പുസ്തകം, എന്നാൽ ഏറ്റവും മനോഹരമായ പുസ്തകം റൂത്തിൻ്റെതാണ്. ഈ പുസ്തകത്തിലെ നായികയായ റൂത്ത് ഒരു മോവാബിയ സ്ത്രീയാണ്. ഒരു ക്ഷാമകാലത്ത് മോവാബ് ദേശത്ത് അഭയം തേടാൻ ബെത്ലഹേമിൽ നിന്നൊരു കുടുംബം വന്നു. എലിമലേക്കായിരുന്നു ആ കുടുംബത്തിന്റെ തലവൻ. ഭാര്യ നൊവോമി. ഈ ദമ്പതികൾക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു, മഹ്ലോൻ, കില്യോൻ. മോവാബ് ദേശത്തെത്തി അധികം താമസിയാതെ എലിമലേക്ക് മരിച്ചു. വിധവയായ നൊവോമി തന്റെ 2 ആൺമക്കളെ വളർത്തുകയും മോവാബി സ്ത്രീകളെ തന്റെ പുത്രന്മാർക്ക് വിവാഹം ചെയ്യുകയും ചെയ്തു. അതിൽ ഒരു മരുമകളായിരുന്നു ഈ മോവാബിയ സ്ത്രീയായ റൂത്ത്. മറ്റൊന്ന് ഓർപ്പ. ആരായിരുന്നു ഈ റൂത്ത്? അവൾ എന്താണ് അനുഭവിച്ചത്? തന്നിൽ വിശ്വസിച്ച റൂത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ അത്ഭുതകരമായ പദ്ധതി, നവോമിയുടെ ആഗ്രഹം, റൂത്തിന്റെ പുനർവിവാഹം, രാജാക്കന്മാരും മഹാപുരോഹിതനായ യേശുക്രിസ്തു റൂത്തിന്റെ വംശത്തിൽ എങ്ങനെ വന്നു എന്നിവയെക്കുറിച്ച് ബൈബിളിലെ സ്ത്രീകൾ എന്ന ഈ പരമ്പരയിൽ നമുക്ക് വിശദമായി കാണാം. കല്യാണം കഴിഞ്ഞ് അധികം താമസിയാതെ നൊവോമിയുടെ മക്കളായ മഹ്ലോനും കില്യോനും മരിച്ചുപോയി. നൊവോമിയുടെ മരുമക്കളായ ഓർപ്പയും രൂത്തും ചെറുപ്രായത്തിൽ തന്നെ വിധവകളായി. നൊവോമിയുടെ ഭർത്താവും മരിച്ചുപോയി. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുട്ടികൾ മരിച്ചുപോയതിനാൽ ഇപ്പോൾ നവോമിയും മരുമക്കളും മാത്രം കുടുംബത്തിൽ അവശേഷിച്ചു. അവർ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകണമെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല. നൊവോമിയുടെ മരുമക്കളായി വന്ന ഈ മോവാബി സ്ത്രീകൾ യഹൂദ ദേശത്തെക്കുറിച്ചും കർത്താവിന്റെ പ്രവൃത്തികളെക്കുറിച്ചും അവരുടെ അമ്മായിയമ്മയായ നൊവോമിയിലൂടെ കേൾക്കുമായിരുന്നു. ഇസ്രായേലിൽ പട്ടിണി മാറിയെന്ന് കേട്ടിട്ട് സ്വന്തം നാടായ ബെത്ലഹേമിലേക്ക് മടങ്ങാൻ നൊവോമി തീരുമാനിച്ചു. അവൾ മോവാബിയ ദേശം വിടാൻ തീരുമാനിച്ച് മരുമക്കളെയും കൂടെ കൂട്ടി മൂവരും പോയി. എന്നാൽ നൊവോമിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മരുമക്കളുടെ ഭാവിയെ ഓർത്ത് നൊവോമിയുടെ മനസ്സിൽ അധികം ഭാരമുണ്ടായിരുന്നു. അങ്ങനെ പോകും വഴിക്ക് മരുമക്കളോട് തന്റെ സ്വന്തം അമ്മയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി വീണ്ടും വിവാഹം കഴിച്ച് പുരുഷന്റെ വീട്ടിൽ സുഖമായി ജീവിക്കുവിൻ എന്ന് പറഞ്ഞു ചുംബിച്ചു. മരുമക്കൾ 2 പേരും കരഞ്ഞു. ഞങ്ങൾ പോകില്ല, ഞങ്ങൾ നിന്റെ കൂടെ തന്നെ വരുള്ളൂ എന്ന് പറഞ്ഞു. വീണ്ടും അവരെ പറഞ്ഞു വിടാൻ നോക്കി. നവോമി ഇത് എപ്പോൾ പറയും എന്ന് കാത്തിരിക്കുന്നത് പോലെ ഓർപ്പ കേട്ട ഉടനെ അമ്മാവമ്മയെ ചുംബിച്ച് തിരിഞ്ഞുപോയി. പക്ഷേ റൂത്ത് അങ്ങനെ ചെയ്യാതെ അമ്മാവമ്മയെ വിട്ട് പിരിയില്ല. തിരികെ പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് തീർത്തു പറഞ്ഞു. എനിക്ക് ഒന്നും വേണ്ട, നിങ്ങൾ പോകുന്ന സ്ഥലവും നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും നിങ്ങളുടെ ആളുകളും നിങ്ങളുടെ ദൈവവും എല്ലാം എന്റേതായിരിക്കും എന്ന് തീർത്തു പറഞ്ഞു. അതുമാത്രമല്ല, നീ മരിക്കുന്നിടത്ത് തന്നെ ഞാനും മരിക്കുമെന്ന് റൂത്ത് പറഞ്ഞു. കൊള്ളാം, ഇതേപോലൊരു മരുമകൾ എവിടെ കിട്ടും? എന്നാൽ അത്തരമൊരു തീരുമാനം എടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ റൂത്തും വിധവ, അമ്മായിയമ്മയായ നൊവോമിയും വിധവ. അമ്മായിയമ്മയുടെ കയ്യിൽ ഒന്നുമില്ല താനും. ചെല്ലുന്ന സ്ഥലമോ പുതിയ സ്ഥലം, പുതിയ ആളുകൾ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഈ റൂത്ത് അമ്മായിയമ്മയോട് പറ്റി നിന്നു. ഇതൊരു വലിയ സമർപ്പണമല്ലേ? റൂത്തിനെ പോലെയുള്ള അത്തരമൊരു നിർണായക തീരുമാനം നമ്മുടെ ജീവിതത്തിലും വളരെ ആവശ്യമാണ്. കാൽവരിയിലെ യേശുവിന്റെ കാൽച്ചുവടുകളിൽ നടക്കാൻ യാത്ര തുടങ്ങിയ നമ്മൾ പിന്നോട്ട് പോകരുത്. ലോത്തിന്റെ ഭാര്യ ഒരു ഉപ്പുതൂണായി മാറിയത് നാം കാണുന്നു. സ്നേഹത്തിന്റെ മരുമകളായ ഓർപ്പ പോലും സ്വാർത്ഥയായി. എന്നാൽ ഇന്ന് നമുക്ക് ഓർപ്പാലിനെ കുറിച്ച് ഒന്നും പറയാനില്ല. എന്നാൽ നാം ഇപ്പോഴും റൂത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് നമ്മുടെ അവസ്ഥ? യേശുവെ, നീ എവിടെയാണോ അവിടെ ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് ഞാൻ ചെയ്യും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ പറയുന്നത് ഞാൻ ചെയ്യും. നീ കാണിക്കുന്ന വഴിയിൽ ഞാൻ നടക്കും. നിന്നെ സ്നേഹിക്കുന്നവരാണ് എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും. എന്റെ ജീവിതത്തിൽ നീ മാത്രം മതി എന്ന സമർപ്പണം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. തീരുമാനം എടുക്കാൻ എളുപ്പമാണ്, എന്നാൽ അതിനോടൊപ്പം നിൽക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. എത്ര ആപത്തുകൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ നേരിട്ടാലും നാം യേശുവിനോടൊപ്പം നടക്കണം. നമ്മുടെ ആദ്യകാല ആത്മീയ ജീവിതവും നിലവിലെ പാത നോക്കുകയും തെറ്റുകൾ ആത്മാവിന്റെ സഹായത്തോടെ തിരുത്തുകയും വേണം. അമ്മായിയമ്മയെ കൈപ്പിടിച്ച് നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പ്രഖ്യാപിച്ചതിന് റൂത്തിന് എന്ത് ലഭിച്ചു? ടൗണിൽ എത്തിയപ്പോൾ തന്നെ എല്ലാവരും അത്ഭുതത്തോടെ അവരെ നോക്കി. ജോലിക്ക് പോയ പട്ടണത്തിൽ പണിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നതാകും എന്ന് പലരും കളിയാക്കി കാണും. ജന്മനാടായ ബെത്ലഹേമിൽ ജീവിക്കാനുള്ള വരുമാന മാർഗം പോലുമില്ല. അമ്മായിയമ്മ പ്രായം ചെന്നവൾ. റൂത്ത് യുവവിധവയാണ്. പക്ഷെ റൂത്ത് ബെത്ലഹേമിൽ വന്നിട്ട് കഴിക്കാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നൊവോമിയോട് ഞാൻ ചെന്ന് വയലിൽ കയറി കതിർ പറക്കാൻ പോവാം. ആരെങ്കിലും എന്നോട് ദയ തോന്നിയാൽ അവിടെ കയറി കതിർ പറക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. നൊവോമിയും വീട്ടിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സമ്മതിച്ചു. അവർ വയലിൽ പോയി മിച്ചം വന്ന ധാന്യം പെറുക്കി കഴിക്കേണ്ടുന്ന അവസ്ഥയായി. ലേവ്യ പുസ്തകം 19:9-10 പറയുന്നത്, അക്കാലത്ത് കൊയ്ത്ത് കഴിഞ്ഞ് ബാക്കി വിട്ടേച്ചു പോകുന്നത് ദരിദ്രർക്കും പരദേശികൾക്കും ഉപജീവിക്കാൻ വിട്ടേക്കണമെന്ന് ദൈവം ഒരു നിയമം കൊടുത്തു. ആളുകൾ വഴിയിൽ വീഴുന്ന കാല,
പഴങ്ങൾ എല്ലാം പെറുക്കി ഉപജീവിച്ചു പോന്നു. ഇത്രയും സഹിഷ്ണുതയോടെ ജീവിതം നയിക്കാൻ റൂത്തിന് വളരെ ബുദ്ധിമുട്ട് തോന്നിയിരിക്കണം. അതൊരു പക്ഷെ ഇഷ്ടമല്ലാതെയും ആയിരിക്കാം ചെയ്തത്. മര്യാദയ്ക്ക് ഓർപ്പാൽ പോലെ അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു, എനിക്കിത് തന്നെ വേണം എന്നൊരു പക്ഷെ പെറുപെറുത്ത് കാണണം എന്നൊക്കെ നമുക്കൊരു പക്ഷെ തോന്നാം. എന്നാൽ നോക്കൂ, വയലിൽ ശേഷിക്കുന്ന ധാന്യം പുറക്കുന്ന പ്രവൃത്തി പോലും രൂത്തിന് സന്തോഷമായിരുന്നു. പ്രായമായ അമ്മായിയമ്മയെ രക്ഷിക്കേണ്ടുന്ന ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുനിഞ്ഞ് ധാന്യം കോരിയെടുക്കുമ്പോഴും അവളുടെ തല കുനിഞ്ഞില്ല, ബഹുമാനം നഷ്ടപ്പെട്ടതുമില്ല. ഇത് അവളുടെ നല്ല ഗുണങ്ങൾ പുറത്തു വരാൻ കാരണമായി. രൂത്തിന്റെ സ്നേഹവും വിനയവും അമ്മാവിയമ്മയോട് അവൾ കാണിച്ച കരുതലും അനുസരണവും ഇതിലൂടെ നാം കാണുന്നു. തന്നിൽ വിശ്വസിച്ചവരെ ദൈവം കൈവിട്ട ചരിത്രമുണ്ടോ? ഒരിക്കലുമില്ല. തന്നിൽ വിശ്വസിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിട്ടിട്ടില്ല. അതുപോലെ ദൈവം റൂത്തിനെ ഉപേക്ഷിച്ചതുമില്ല. ഭാഗ്യവശാൽ റൂത്ത് ചെന്നത് ബോവസിന്റെ വയലിലായിരുന്നു. പക്ഷെ ബോവസ് റൂത്തിനെ കുറിച്ച് തന്റെ ദാസൻ വഴി അറിഞ്ഞിരുന്നു. അവൾ നാട്ടിലെത്തിയിട്ട് കുറച്ചുപോലെ റെസ്റ്റ് എടുക്കാതെ കതിർ പറക്കാൻ വന്നു എന്നൊക്കെ. ബോവസ് റൂത്തിനെ വിളിച്ച്, നീ ഇവിടെ തന്നെ ജോലിക്കാർത്തികളോട് കൂടെ കതിർ പറക്കാൻ മതി, അവിടെ ജോലി ചെയ്യുന്ന ഒരുത്തനും നിന്നെ തുടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് വന്ന് കതിർ പറക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ റൂത്ത് ബോവസിനെ വണങ്ങി, ഈ നാട്ടുകാരി പോലും അല്ലാത്ത എനിക്ക് ഇത്രത്തോളം ദയ കാണിക്കാൻ എങ്ങനെ തോന്നി എന്ന് ചോദിച്ചപ്പോൾ ബോവസ് റൂത്തിന്റെ എല്ലാ കാര്യവും പറഞ്ഞു. നിന്റെ ഭർത്താവ് മരിച്ച ശേഷം നിന്റെ അമ്മായിയമ്മയ്ക്ക് നീ ചെയ്തതും നിന്റെ അപ്പനെയും അമ്മയും വിട്ടേച്ച് മുൻപരിചയം പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് വരികയും ചെയ്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഇസ്രായേലിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ബോവസ് റൂത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരുന്നു. വിത്ത് കൊയ്യാൻ മറ്റൊരു വയലിൽ പോകരുതെന്നും ആരും അവളെ ശല്യപ്പെടുത്തരുതെന്നും ദാഹമുണ്ടെങ്കിൽ ദാസൻ കൊണ്ടുവരുന്നതിൽ നിന്ന് തന്നെ കുടിക്കാമെന്നും ബോവസ് തന്റെ ഭൃത്യനോട് ആജ്ഞാപിച്ച ഈ നടപടി എടുപ്പിച്ചതാരാണ്? റൂത്തും ബോവസും എങ്ങനെ കണ്ടുമുട്ടി? എങ്ങനെ ബോവസിന്റെ ദൃഷ്ടിയിൽ പ്രീതി കണ്ടെത്തി? ഇതെല്ലാം റൂത്ത് തന്റെ അമ്മായിയമ്മ വഴി അനുസരിച്ച ദൈവത്തിന്റെ പ്രവൃത്തികളല്ലാതെ മറ്റൊന്നുമല്ല. ബോവസ് ജോലിക്കാരോട് അവൾക്ക് വേണ്ടി കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവൾ എത്ര പിറക്കിയാലും അവളോട് ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വൈകുന്നേരം വരെ എടുത്തു. ശേഷം മിരിച്ച് ക്ലീൻ ചെയ്ത ശേഷം ഒരു പറയവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ദിവസത്തേക്കിന് കഴിക്കാനുള്ളതുണ്ട്. ഇത് കുറേ ദിവസം ഇങ്ങനെ നടന്നു. യവത്തിന്റെയും ഗോതമ്പിന്റെയും സീസൺ തീരാറായപ്പോൾ നവോമി റൂത്തിനോട് പറഞ്ഞു, അവൻ നിന്റെ ഏകദേശം മുറച്ചെറുക്കാനല്ലേ, അവൻ മനസ്സ് വെച്ചാൽ നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഒരു ഐഡിയ പറയാം. ബോവസ് യവൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇന്ന് രാത്രി കളത്തിൽ വരും. അപ്പോൾ നീ അവിടെ ചെന്ന് ഒളിച്ചു നിൽക്കണം. അവൻ കഴിച്ച് കുടിച്ച് കഴിയും വരെ അവൻ നിന്നെ കാണരുത്. ശേഷം അവൻ എവിടെയാണോ കിടക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് അവൻ കിടന്ന ശേഷം അവന്റെ കാലിലെ പുതപ്പ് മാറ്റി കിടക്കുക. ബാക്കി അവൻ പറയുമെന്ന് നവോമി പറഞ്ഞു. റൂത്ത് അപ്രകാരം തന്നെ ചെയ്തു. അടിമ യജമാനന്റെ കാൽക്കൽ കിടക്കുന്നത് അക്കാലത്ത് സാധാരണമായിരുന്നു. ഇസ്രായേലിന്റെ അന്നത്തെ ആചാരമനുസരിച്ച് പെരുമാറാൻ അമ്മായിയമ്മയായ നവോമി മരുമകളായ റൂത്തിനെ ഉപദേശിച്ചു. അത് തെറ്റായ ചിന്തകൾ കൊണ്ടല്ല. രാത്രി ബോവസ് ഒരു സ്ത്രീ കാലിൽ കിടക്കുന്നത് കണ്ടിട്ട് ഞെട്ടി എണീച്ചു. ആരാന്ന് ചോദിച്ചപ്പോൾ നിന്റെ അടിമ റൂത്ത് എന്ന് പറഞ്ഞു. ബോവസിന്റെ ബന്ധുവായ ഈ റൂത്തിനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അവൻ പ്രകടിപ്പിച്ചു. തന്റെ ദാസിയുടെ മേൽ മൂടുപടം വിരിക്കുക എന്ന് റൂത്ത് പറയുമ്പോൾ ആക്ച്വലി ആ സമയത്ത് തന്നെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ച് സംരക്ഷണവും പിന്തുണയും പരിചരണവും നൽകണം എന്നതാണ് അത് കാണിക്കുന്നത്. വേറെ ജാതിയിൽപ്പെട്ട ആചാരങ്ങളിൽ നിന്ന് വന്ന റൂത്ത് യാതൊരു എതിർപ്പും കാണിക്കാതെ തന്റെ അമ്മായിയമ്മ പറഞ്ഞതനുസരിച്ചു. അവളെ അനുഗ്രഹിച്ച ദൈവത്തിൽ അവൾ വിശ്വസിച്ചു. നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ എന്ന് പറഞ്ഞ് ബോവസ് പോലും അവളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നീ ചോദിക്കുന്നതെല്ലാം ഞാൻ ചെയ്തു തരാം. പക്ഷേ എന്നെക്കാൾ അടുത്തൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. വീണ്ടെടുപ്പ് മുറ അനുസരിച്ച് അവൻ നിന്നെ വീണ്ടെടുത്തില്ലെങ്കിൽ ഞാൻ വീണ്ടെടുത്തോളാം എന്ന് പറഞ്ഞു. അവൾ വെളുപ്പാങ്കാലം വരെ അവിടെ കിടന്നു. ശേഷം എണീച്ചപ്പോൾ അവൾക്ക് കുറെ യവം കൊടുത്തു വിട്ടു. ഇതൊക്കെ ഈ നവോമിയോട് വന്ന് പറഞ്ഞു. ശേഷം അന്ന് രാവിലെ തന്നെ ബോവസ് പട്ടണത്തിന്റെ വാതിൽക്കൽ പോയിരുന്നു. മറ്റേ വീണ്ടെടുപ്പുകാരൻ പോകുന്നത് കണ്ടിട്ട് ഡാ ഇങ്ങോട്ട് വന്നൊന്ന് ഇരുന്നേ എന്ന് പറഞ്ഞു. ശേഷം പട്ടണത്തിലെ 10 മൂപ്പന്മാരെ വരുത്തിയിരിക്കാൻ പറഞ്ഞു. ശേഷം നവോമിയുടെ ഭർത്താവ്, അതായത് നമ്മുടെ സഹോദരന്റെ നിലം വിൽക്കുന്നു, ഞാൻ അറിഞ്ഞു, അത് നിന്നോടും പറയുന്നു, വാങ്ങാൻ മനസ്സുണ്ടെങ്കിൽ വാങ്ങുക, അല്ലെങ്കിൽ എന്നോട് പറ എന്ന് പറഞ്ഞു. അത് വീണ്ടെടുക്കാൻ നീയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റവൻ പറഞ്ഞു, ഞാൻ വാങ്ങിച്ചോളാമെന്ന്. അപ്പോൾ ബോവസ് അതിന്റെ കൂടെ എലിമേലെക്കിന്റെ പേര് നിലനിർത്തേണ്ടതിന് റൂത്തിനെ കൂടെ കെട്ടണമെന്ന് പറഞ്ഞു. അതെനിക്ക് പറ്റത്തില്ല, എന്റെ കുടുംബം ഇല്ലാതായിപ്പം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ തന്നെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ആചാരമനുസരിച്ച് വീണ്ടെടുപ്പ് അല്ലെങ്കിൽ കൈമാറ്റത്തിന് ഉറപ്പിക്കാനായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ മുദ്രപത്രം എഴുതി സൈൻ ചെയ്ത് അറ്റസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരുത്തന് വീണ്ടെടുക്കാൻ മനസ്സില്ലെങ്കിൽ അവൻ അവന്റെ ചെരുപ്പ് ഊരി വീണ്ടെടുക്കാൻ മനസ്സുള്ളവണ് കൊടുക്കണം. അങ്ങനെ മറ്റവൻ ബോവസിന് അവന്റെ ചെരുപ്പ് ഊരി കൊടുത്ത് ഉറപ്പിച്ചു. അങ്ങനെ മൂപ്പന്മാരുടെ മുമ്പേ വെച്ച് അത് ഉറപ്പിച്ചു. അങ്ങനെ ബോവസ് റൂത്തിനെ വിവാഹം കഴിച്ചു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ബോവസ് റൂത്തിന് ജീവിതം നൽകി എന്നത് സത്യമാണ്. എന്നാൽ റൂത്തിലൂടെയാണ് ബോവസിന്റെ വീട് പണിയപ്പെട്ടത്. അതായത് റൂത്തിന്റെ കൊച്ചുമകൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുണ്ടായിരുന്ന ഇസ്രായേലിന്റെ ഏറ്റവും മികച്ച രാജാവായ ദാവീദ് രാജാവാണ്. ദാവീദിന്റെ ഈ വംശത്തിലാണ് നമ്മുടെ യേശു ക്രിസ്തുവും ജനിച്ചത്. അങ്ങനെ മശിഹയുടെ രാജവംശ ചരിത്രത്തിൽ ഉൾപ്പെടാനുള്ള പദവി റൂത്തിന് ലഭിച്ചു.
അവൾക്ക് മുമ്പത്തെ അവസ്ഥയേക്കാൾ പിന്നീടുള്ള അവസ്ഥ അനുഗ്രഹമായിരുന്നുവെന്ന് നമുക്ക് കാണാം. ദൈവം അവളുടെ അമ്മായിയമ്മയോട് വെളിപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും രൂത്ത് അനുസരിച്ചു. അതായത് ജോലിക്ക് പോയി വീണ്ടും വിവാഹം കഴിക്കുക, ഇങ്ങനെ പറഞ്ഞതെല്ലാം രൂത്ത് അനുസരിച്ചു. അവൾ വേറെ ജാതിയിൽപ്പെട്ട പെണ്ണാണ്. വേറെ മതം, വേറെ ജാതി ആണെങ്കിലും അവൾ തന്റെ അമ്മായിയമ്മയെ പോലെ തന്നെയായി. ബൈബിളിൽ പ്രത്യേകിച്ച് ഈ നവോമിയും രൂത്തും അമ്മായിയമ്മ മരുമകൾ ബന്ധം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. രൂത്ത് ഇത്രയധികം അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ ഒരേ ഒരു കാരണം അവൾ ഇസ്രായേലിന്റെ ദൈവം ആരാണെന്ന് അവൾ അംഗീകരിക്കുകയും അവൾ അറിയുന്ന ഇസ്രായേലിന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും എല്ലാം പരിപാലിക്കാൻ അവനെ വിശ്വസിക്കുകയും ചെയ്തു എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ ആളുകൾ എന്തൊക്കെ തമാശകൾ പറഞ്ഞാണ് ഇവരെയൊക്കെ വെച്ച്. എന്നാൽ ഒരു വിളവെടുപ്പ് കാലം അവസാനിക്കുന്നതിന് മുമ്പ് രൂത്തിന്റെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ സംഭവിച്ചു. കതിരെടുക്കാൻ പോയ ഭൂമിയുടെ ഉടമസ്ഥയായവൾ. അവൾ വയലിലേക്ക് പോയി. അവളുടെ മടിയിൽ ഗോതമ്പ് നിറഞ്ഞിരുന്നു. വിധവയായ അവൾ വധുവാകാൻ ഭാഗ്യം കിട്ടി. അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി. അതുമാത്രമല്ലാതെ യേശുവിന്റെ രാജവംശത്തിന്റെ ചരിത്രത്തിൽ ഇടം നേടി. സ്ഥാനക്കയറ്റം ലഭിച്ച് ഉയർന്ന പദവിയിലെത്തിയിട്ടും അവൾ പഴയ അമ്മായിയമ്മയെ ഉപേക്ഷിച്ചില്ല. അതാണ് പ്രധാനം. റൂത്തിന്റെ ജീവിതം ദൈവത്തിന് നൽകി. ദൈവത്തെ അഭയമായി സ്വീകരിച്ച റൂത്ത് അവളുടെ തലമുറകളും അവളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു. അവൾക്ക് ശേഷം ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടതായി നാം കാണുന്നു. നമ്മുടെ ദൈവം നല്ലവനാണ്. കൊച്ചു റൂത്തിനെ ഇത്രയധികം അനുഗ്രഹിച്ച ദൈവം അവളെപ്പോലെ നമ്മുടെ സാഹചര്യങ്ങൾക്കിടയിൽ ദൈവത്തോട് ഉറച്ചു നിന്നാൽ തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കും. അതിൽ സംശയമില്ല. റൂത്തിനെ പോലെ കർത്താവിനോട് പറ്റി നിൽക്കാനും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.